കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നത്. കുറേ തിരക്കുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, നമ്മൾ ഇന്നൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഷൂട്ടിന് പോകാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ മോർണിംഗിൽ എണീറ്റതും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഷൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ആക്കി റെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എനിക്കല്ല ഷാൾക്കാൻ്റെ ഡ്രസ്സ് നോക്കുന്നത്. പക്ഷേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മിററിൻ്റെ മുന്നിൽ നിന്നും 1 man ഷോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പം മിററിൽ നോക്കി 1 man ഷോ കാണിക്കുന്ന ഷാനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു അറബിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാന്. ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് വേറെ ഇടില്ല, നെസ്റ്റോലാണ്. അപ്പം നെസ്റ്റോയിൽ വീഡിയോ എടുക്കേണ്ടത് ഞങ്ങളുടെ ക്യാമറമാനാണ്. ഇവർ കിട്ടുന്ന സമയത്ത് മുഴുവൻ കുറുകിയിരിക്കലാണ് ഇവൻ്റെ ഒരു മെയിൻ ഹോബി. ഇത്ര ലവേഴ്സ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി ഇവർക്കെല്ലാവർക്കും ഇവൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിക്കനല്ലേ നടക്കട്ടെ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരുപാട് പട്ടിഷോ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ നല്ല ബോറടിച്ചിട്ടുണ്ട്. ഞാൻ മോർണിംഗിൽ മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാം എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്താ ഞാൻ പാളിപ്പോയി. പിന്നെ റെൻറ്റിന് ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോഴാണ് വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തുകൂടെ, കുറേ ആയില്ലേ വ്ളോഗ് എടുത്തിട്ട്. വീണ്ടും നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു തട്ടത്തിന് എന്താ പറയാന്ന് അറിയില്ല, എനിക്കറിയില്ല. അറബികളൊക്കെ കിട്ടുന്നതാണ്. അപ്പം ആ സാധനമൊക്കെ കിട്ടിയിട്ട് ഇതെങ്ങനെയുണ്ട്, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാച്ച് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാക്കി കുളിച്ചാൽ കുക്കാവില്ലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്, ഇട്ടോ എന്ന് പറയും. അല്ലാതെ ബോറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 hour പർച്ചേസിങ്ങിന് വന്നാൽ 4-5 മണിക്കൂറാവും. ഞാൻ പിന്നെ ഭയങ്കര സിമ്പിൾ ആൻഡ് മാൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഔട്ട്ലുക്ക്. പഠിച്ചോൺക്കാർ എന്താവുന്നു. പക്ഷെ നമ്മൾ എടുത്തത് ആ കാണുന്ന ഒരു ഗോൾഡൻ കളർ ആട്ടോ. ഗോൾഡൻ കളർ കുർത്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പം യെസ്, ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വരുന്നത്. പറ്റിച്ചു, ഇതല്ലാതെ വേറെ ലുക്ക് ഉണ്ട്. യെസ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ഷാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നാട്ടിലുള്ളതാണ്. അവരെ നമ്മൾ ലുക്ക് ഒന്നാകെ മാറ്റി. സത്യം പറഞ്ഞാൽ ഇവരെനിക്ക് തോന്നുന്നു സാധാ ഒരു തുണിയിലും ഷർട്ടിലും വന്നാണ്. പക്ഷെ നമ്മൾ നെസ്റ്റോൺ തന്നെ പർച്ചേസ് ചെയ്തു. ആളങ്ങോട്ട് കോലങ്ങോട്ട് മാറ്റി. അപ്പം നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് പുറത്ത് ഔട്ട് ഷൂട്ട് എടുത്തിട്ട് പിന്നെ ഉള്ളിലെ ഷൂട്ട് എടുക്കാമെന്ന്. കണ്ടന്റ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു കണ്ടന്റൊക്കെ കിട്ടി. അങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ലുക്കിൽ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. എല്ലാവരും നോക്കും എന്ത് സംഭവം എന്ന് വെച്ചിട്ട്. എല്ലാവരും ഇങ്ങനെ നമ്മളെ തന്നെ തുറച്ച് നോക്കുമായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, നെസ്റ്റോയിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ബമ്പൻ ഓഫേഴ്സ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ ഓഫേഴ്സൊക്കെ വീഡിയോസ് എടുത്തിട്ട് റിവീൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വീടിൻ്റെ അടുത്തോ അവിടെ പരിസരത്തൊക്കെ നെസ്റ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് നോക്കി, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. അടിപൊളി കോംബോസും ഓഫേഴ്സൊക്കെ ഇപ്പം സ്റ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഓടി വന്നിട്ടുണ്ട് ഗൈസ്, നമ്മളെ സ്വന്തം വണ്ടി. അപ്പം നമ്മൾ ഔട്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുറത്തിറങ്ങിയിട്ടുള്ള നാട്ടുകാരുടെ റിയാക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇവരൊക്കെ നമ്മളെ നോക്കിക്കാണുന്നതെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസം പുറത്തായിരുന്നു, നല്ല മഞ്ഞ് കൊണ്ടിട്ട് സൗണ്ട് മുഴുവൻ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ആ ഒരു ഏരിയയിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. കാരണം കോട്ടക്കലുള്ള നെസ്റ്റോയിലായിരുന്നു ഷൂട്ട്. അപ്പം ഓവർ ലോങ്ങിലേക്കൊന്നും പോയില്ല. അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി എന്നിട്ട് ഷാൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തരുമോയെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ഭയങ്കര റിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് മാടി പൊക്കിയിട്ടൊക്കെ പൈസ എടുത്ത് കൊടുക്കുന്നത് കണ്ടോ. ചേട്ടന്മാരും വയ്യ പോണോല് കയ്യിരുന്ന് നോക്കുന്ന ചിരിക്കുന്നല്ലോണ്ട്. സത്യം പറഞ്ഞാൽ ഈ വരുന്നവർ ശരിക്കത്തെ അറബീസാണെന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ഷോർട്ട് അവിടെയാണ് നമുക്ക് നൈസായിട്ടൊന്ന് പാളിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരെന്നെ ഇവരാണോ അറബി നമ്മളാണോ അറബി എന്നുള്ളതിലാണ് അവർ നോക്കുന്നത്. പിന്നെ ഒരുപാട് ഓട്ടോക്കാരുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരുപാട് റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിലും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാ പേജും എൻ്റെ അഷിച്ചപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ കയറി വയ്ക്കാൻ മതി. ഒരുപാട് റിയാക്ഷൻസ് എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പോൾ ഭയങ്കര ഫീലാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ട്, പക്ഷെ ഒരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നെസ്റ്റോൻ്റെ അകത്തേക്ക് തന്നെ കയറുവാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഷോർട്സ് വളരെ കുറവായിരുന്നു കേട്ടോ. ഞാനും എല്ലാവരും നോക്കിക്കുന്നതുകൊണ്ട് റിപ്പീറ്റായിട്ട് എനിക്ക് തോന്നുന്നു മേ ബി ഇതിൽ കുറച്ച് കട്ട് പീസ് വരാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ. സെറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങി കഴിച്ചു. ഫുഡിൻ്റെ ഒന്നും ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇൻഷാല്ല ഇനിയുള്ള വ്ളോഗ്സൊക്കെ ഞാൻ സെറ്റാക്കുന്നതായിരിക്കും, അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്ത ഫുൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഷിച്ചപ്പോൾ ഒന്ന് ഇൻസ്റ്റാ പേജിൽ കയറി നോക്കി നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അതിൽ വൺ കോമഡി എന്താ വെച്ചാൽ ഷാനെ കാണുന്നവരും പോകുന്നവരും ഇരിക്കുന്നവരെല്ലാം പൈസ തരുമോ ചോദിക്കുന്നുണ്ട്. മേ ബി അവർ റിയൽ അറബിയാണെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ ദിസ് ഇസ് ദ കാട്ട് അറബിയാണെന്ന്. പക്ഷേ ഷാഗ് എല്ലാവർക്കും 10-20 ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് വാച്ച് ചെയ്യുക. ഇനിയുള്ള പുതിയ വീഡിയോസും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസൊക്കെ ഞാൻ എല്ലാം നികത്തിയിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.